ഹലോ ഗേയ്സ്, ഇതേതാ പ്ലേസ് എന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മുമ്പ് പോയവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും കേട്ടോ. ഭയങ്കര ഒരു അടിപൊളി സ്ഥലമാണിത്. ഒരു രക്ഷയില്ല. ഇതിൻ്റെ വ്യൂ ഒന്ന് നോക്കിയാൽ നിങ്ങൾ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. ഇതൊരു ഉച്ച സമയമൊക്കെയാണ് കേട്ടോ, അതാണ് നല്ല വെയിൽ കിട്ടുന്നത് കേട്ടോ. ഒരു ഉച്ച ടൈമൊക്കെയാണിത്. വ്യൂ എന്തൊരു ഭംഗിയെന്ന് നോക്കിയാൽ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് ഇത്. നമ്മുടെ ഇലവിഴാം പൂഞ്ചിറ എന്ന പ്ലേസാണ്. ഹായ് ഹായ്, ശിവയും കാശിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മളൊരു ഫാമിലി ട്രിപ്പ് വന്നതാണ് 2 ദിവസത്തേക്ക്. നമ്മുടെ ഫാമിലിയിൽ അത്യാവശ്യം എല്ലാവരും ഉണ്ട് കേട്ടോ. അവർ ഭയങ്കര ചർച്ചയിലാണ്. എന്താണ് ചർച്ച ചെയ്തതെന്ന് ഒരു പിടിയില്ല. ഹായ് ശിവ, കാശു ഹായ്. കാശിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ ഹായ് പറഞ്ഞതാണ് മിണ്ടരുതെന്ന് പറഞ്ഞു. പിള്ളേരൊക്കെ നല്ല അടിച്ച് പൊളിച്ചൊക്കെ നടക്കുവാണ്. അപ്പോൾ ഈ കോട്ടേജിൻ്റെ പേര് DTPC എന്നാണ് ഈ കോട്ടേജിൻ്റെ പേര്. ഇത് നമ്മുടെ ഇലവിഴാം പൂഞ്ചിറ സൗബിൻ്റെയൊക്കെ സിനിമ കാണിക്കത്തില്ലേ, ആ ഇലവിഴാം പൂഞ്ചിറ മലയുടെ നേരെ ഓപ്പോസിറ്റുള്ള മലയിലാണ് ഈ കോട്ടേജ് നിൽക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും ടോപ്പിലാണ്, ആ പ്ലേസിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഈ കോട്ടേജ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് ഇവിടെ വന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞ് നാളെ നമ്മൾ മല കയറാനായിട്ട് മുകളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റേ ആണ് ഇന്ന്. ഹായ് ഇച്ചക്കുട്ട ഹായ്. ഇത് അനിയത്തിയുടെ കൊച്ചാണ് കേട്ടോ. ഇച്ചക്കുട്ടനാണ്. നല്ല സൂപ്പർ തൊപ്പിയൊക്കെ വെച്ചാണ്ടിരിക്കുന്ന നല്ല സുന്ദരനാണ് കേട്ടോ. വളരായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി. അതിന് സ്ഥലമാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. കോട്ടേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഓപ്പൺ കിച്ചണാണിത്. ഭയങ്കര രസമാണ്. ഇതിൻ്റെ ചുറ്റുമൊന്നും നോക്കി എന്ത് ഭംഗിയാന്ന്. മൊത്തത്തിലൊരു എന്താ പറയുക, ഭയങ്കര ഒരു ശാരീരിക സൗന്ദര്യം എന്നൊക്കെ പറയത്തില്ല, ആ സെറ്റപ്പാണ്. ചുറ്റും മലയാണ്, ഫുള്ള് മലയാണ്. അതുകൊണ്ട് ഒരു ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ. ആർച്ച അപ്പോൾ എന്തോ ഒരു പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ സവോള അരിയുവാണ്. നമ്മളെ വൈകുന്നേരത്തേക്ക് ഡിന്നറിനായിട്ട് ചപ്പാത്തിയും ബ്രെഡും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചിക്കനും കൂടെ വാങ്ങിച്ചായിരുന്നു. പ്രിപ്പയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഓപ്പൺ കിച്ചൺ ആയത് കാരണം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അവളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഞാനും ഇച്ചുവും കാശി ശിവയൊക്കെ കൂടെ അവിടെ പുറത്ത് വയ്ക്കുവാണ്. അവിടെ ഒരു മുള്ളുവേല് കാണാൻ പറ്റും നമുക്ക്. അതിൻ്റെ താഴത്തോട്ട് നോക്കി ശരിക്കും പറഞ്ഞാൽ ഫുള്ള് കൊക്കയാണ്. അത്രയും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു റിസ്ക് ഉണ്ട് ഗേസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഏറ്റവും ടോപ്പിലായത് കാരണം ഇടിമിന്നൽ ആദ്യം വന്നേക്കുന്നത് ഈ സ്ഥലത്തായിരിക്കും. ഫോണും ചെറിയൊരു ഇടിമിന്നലുണ്ടെങ്കിൽ തന്നെ ഫോൺ യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ വൈകുന്നേര സമയം ആയപ്പോഴത്തേക്കും ഇടിമിന്നലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇടിമിന്നലുള്ളത് കൊണ്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല, ഫോൺ മാറ്റി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേട്ടതും ഇല്ല. പക്ഷേ അതിന് സംഭവം എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലായത്. ഇടിമിന്നലുള്ളപ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യുവാണ്. ഇടിമിന്നൽ ഫസ്റ്റ് അങ്ങോട്ട് അടിക്കുന്ന കാരണം നമുക്ക് അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. അപ്പം ഇതാണ് ആ കിച്ചൻ്റെ അകം. ഇതാണ് നമ്മൾ മേടിച്ച ചപ്പാത്തി ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണല്ലോ ഈ ചപ്പാത്തി റെഡിയാക്കുന്നത്. അപ്പുറത്തുള്ള ചിക്കൻ നമ്മൾ വറുക്കാൻ വെച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട് കണ്ടോ. ഇപ്പം ഒരു ടൈമൊക്കെ മാറി നമ്മുടെ രാത്രി ഒരു സമയത്തോട് അടുക്കുന്ന ഒരു സന്ധ്യാസമയമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടോ. ഭയങ്കര ഭംഗിയാണ്. അയ്യോ, ഈ പിക്ചറിലൊക്കെ നമ്മൾ കാണത്തില്ലേ, ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ഈ സ്ഥലം. ഒരു രക്ഷയില്ല. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. നിങ്ങളൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മുടെ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ്. നമ്മൾ മല കയറാനായിട്ട് പോകുന്നത്. ശരിക്കും ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. ശരിക്കും നമ്മൾ പോകുമ്പോൾ ഒരു വെളുപ്പിനെയോടെ മല കയറാൻ പോയാലേ തിരിച്ചിറങ്ങുമ്പോൾ ഒരു സമയമാകത്തുള്ളൂ. അതായത് ഒരു 10 മണി കഴിയുമ്പോഴത്തേക്കും അവിടെ വെയിൽ വരാൻ തുടങ്ങി. ഇപ്പം തന്നെ നമ്മൾ ഓപ്പോസിറ്റ് നോക്കുമ്പോഴത്തേക്കും മല മൊത്തം ഇങ്ങനെ ചുട്ടുപാഴ്ത്തേക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കരിഞ്ഞ് ചാകും. അത് കാണുമ്പോഴേ അറിയാം, അത്രയ്ക്ക് വെയിലായിട്ടുണ്ട്. ഞങ്ങളുടെ മനുച്ചേട്ടൻ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയി ആ മലയൊക്കെ കയറി കൂളായിട്ട് പുള്ളി തിരിച്ചു വന്നത് റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞങ്ങളിപ്പോഴും റെഡിയായിട്ട് ഞങ്ങൾ കയറാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. ജീപ്പിലൊരു ഒരു പകുതി വരെയൊക്കെ പോകും. ബാക്കി നമ്മൾ നടന്നാൽ മതിയാകും. പിള്ളേരുണ്ട് കേട്ടോ ഞങ്ങളോട്. ശിവയുണ്ട്, കാശിയുണ്ട്, നമ്മുടെ ഇച്ചുക്കുട്ടനുണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് മല കയറാനായിട്ട് പോകുന്നത്. അയ്യോ, ഭയങ്കര രസമാണ് കേട്ടോ. ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇതിനു മുമ്പ് ജീപ്പിൽ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പൊന്നും പോയിട്ടില്ല. ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പിന് പോകുവാണ് ഗേസ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കണ്ടിട്ട് രസമായിട്ട് വയ്ക്കാൻ കാണാനായിട്ട് അവിടെയൊക്കെ. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടില്ല, അവിടെ പോയി തിരിച്ചു വരാൻ പോലും നോക്കില്ല. അത്രയും ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് പോയിരിക്കണം. നമുക്കധികം എന്താ പറയുന്നത്, ദൂരവും കാര്യങ്ങളൊന്നുമില്ല. കോട്ടേജിൽ താമസിക്കാൻ പറ്റും. 2 ദിവസം നല്ല അടിപൊളി ട്രിപ്പിനായിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുലുങ്ങി മൊത്തത്തിൽ ഇങ്ങനെ കല്ലൊക്കെ കിടപ്പുണ്ട് കേട്ടോ അവിടെ. കുലുങ്ങി ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ.
അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ജീപ്പിൽ പോയി ഒരു രക്ഷയില്ല. ഞാൻ ആ ഡ്രൈവർ ചേട്ടൻ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു, ഇപ്പോൾ ഇതെങ്ങനെ ഇത്രയും കൺട്രോൾ ചെയ്ത് വണ്ടി കൊണ്ടുപോകുന്നത്. നമുക്ക് ശരിക്കും 2 വീലർ കൊണ്ട് നേരെ ഓടിക്കാൻ അറിയത്തില്ലല്ലോ, അത് പ്ലെയിൻ ആയിട്ടുള്ള റോഡിൽ കൂടെ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള റോഡിൽ കൂടെ പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ടും പുള്ളി സമ്മതിക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുള്ളി പിന്നെ എക്സ്പീരിയൻസ്ഡ് ആണ്. അടുത്ത ആൾക്കാരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുമല്ലോ ഇങ്ങനെ വണ്ടി ഓടിച്ച്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ, കാണാനും നല്ല അടിപൊളിയാണ്. പക്ഷെ നല്ല ആ വണ്ടിയുടെ നിഴലടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വെയിലുണ്ട്, നന്നായിട്ട് പഴുത്തിരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി എന്താവുമെന്ന് അറിയത്തില്ല. ഞാനാണെങ്കിൽ നമ്മുടെ റൂമിലുണ്ടായിരുന്ന 2-3 ടർക്കിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. പിള്ളേർക്ക് തലയിടാനൊന്നുമില്ല, അമ്മമാർക്ക് തലയിടുന്ന അമ്മമാർക്ക് ആ സാധനമൊന്നും വേണ്ട, ഞാൻ ചുമ്മാ കെട്ടിപ്പറക്കോട്ട് വന്നെന്ന് പറഞ്ഞാൽ മതിയുണ്ട്. അപ്പോൾ വണ്ടി അവിടം വരെ കൊണ്ട് നിർത്തി ബാക്കി ഞങ്ങൾ ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കാണുന്ന ആ ഒരു അത്ര ഒരു ചൂട് അവിടെ ഇല്ല. ശരിക്കും കാണുമ്പോൾ നമ്മൾ പഴുത്തേക്കുവാന്നൊക്കെ വിചാരിക്കും, പക്ഷെ അത്ര ഒരു ചൂട് അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ കയറിയവരൊക്കെ ഇറങ്ങി തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ കയറുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കയറുന്നത് നമ്മളായിരിക്കും. അപ്പോൾ കണപ്പും പിള്ളേർ 2 പേരായിട്ട് കയറുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇലവിഴാമ്പൂച്ചിറെ കാണിക്കുന്ന ഒരു പോലീസ് വയർലെസ് സ്റ്റേഷൻ ഇല്ലേ, ഇതാണ്. ഇത് ഒത്തിരി പഴയ വയർലെസ് സ്റ്റേഷനാണ്. തൊട്ടപ്പുറത്ത് പുതിയ വയർലെസ് സ്റ്റേഷനുണ്ട്, നല്ല അടിപൊളിയാണ്. ഇത് പഴയതാണ് കേട്ടോ. ഫിറോഷ് എന്തോ കാര്യമായിട്ട് നോക്കുന്നുണ്ട്, അവൻ തന്നെ അവർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുമായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇലവിഴാമ്പൂച്ചിറ സിനിമയിൽ കാണിക്കുന്ന വയർലെസ് സ്റ്റേഷൻ. ഇതാണ്. ഇത് കുറേ വർഷം മുമ്പ് യൂസ് ചെയ്തിരുന്നതാണ്. മറ്റേ സാധനമൊക്കെ ഉണ്ടോ മൊത്തം അളിച്ചു വാരി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇട്ടിരിക്കുവാണ്. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് നൊസ്റ്റാൾജിയ ഫീലൊക്കെ വരും കാണുമ്പോൾ. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇതെന്തോ ഇതിനകത്തത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര രസമുണ്ട്. നമ്മളെ സിനിമയെ കണ്ടൊരു സാധനം നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഒരു എക്സ്പീരിയൻസ് വരുമല്ലോ, അങ്ങനെയുണ്ട്. കണ്ടതിൻ്റെ കയ്യിലൊക്കെ കുറേ ടർക്കിയൊക്കെയാണ്. ഒരു കാര്യമില്ല അതൊക്കെ കെട്ടിപ്പറക്കൊണ്ട് പോകുന്നത്, വെറുതെ വേസ്റ്റ്. അപ്പോൾ ഇത് അവിടുത്തെ ടവറാണ്. പിന്നെ അതിന് ചുറ്റും കണ്ടോ വേലി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇച്ചിരി കൂടെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. സിനിമയെ കാണിക്കുന്ന ഒരു പമ്പരം പോലത്തെ സാധനമില്ലേ, അതൊക്കെയാണ് ആ കാണുന്നത്. ഇച്ചിരി കൂടെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ടോപ്പിൽ പോയി നിൽക്കാൻ പറ്റും കേട്ടോ. ഇച്ചിരി കൂടെ ഇറങ്ങണം. പക്ഷെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുവാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഫോട്ടോസ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ല വ്യൂ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇലവിഴാമ്പൂച്ചിറയിൽ നിന്ന് പോന്നു കഴിഞ്ഞ് ഞങ്ങൾ തണ്ണീർമുക്കത്ത് വന്നിട്ട് സ്പീഡ് ബോട്ടിൽ കയറി. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഇതുവരെ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടില്ല. അയ്യോ ഒരു രക്ഷ. നമ്മൾ ഇച്ചക്കൂട്ടനെ കയറിയിട്ടില്ല കേട്ടോ, കുഞ്ഞുങ്ങളെ കയറുന്ന ചേട്ടൻ പറഞ്ഞായിരുന്നു. പക്ഷേ കാശ ശിവ നമ്മുടെ കൂടെ ഉണ്ട്. ഭയങ്കര സ്പീഡാണ് കേട്ടോ. എനിക്ക് കണ്ടാലും മനസ്സിലാവും. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ എനിക്ക് നല്ല പേടിയൊന്നുമില്ല. എന്ന് വെച്ചാൽ അത്രേ ഒരു സ്പീഡിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ കൊണ്ടൊരു സൈഡിൽ കൊണ്ടിങ്ങനെ വളച്ചങ്ങ് എടുക്കും. അയ്യോ വളയ്ക്കലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ സ്പീഡ് ബോട്ട്. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഒരു 3-4 പ്രാവശ്യം സ്പീഡ് ബോട്ടിൽ കയറും, ഉറപ്പുള്ള കാര്യം. എന്തായാലും ഞങ്ങൾ 2 ദിവസത്തെ ഇലവിഴാമ്പൂച്ചിറ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. ഫാമിലിയായിട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച്.